ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ നേഴ്സസ് അറൗണ്ട് ഹിയർ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡസ്ട്രിയൽ നഴ്സിങ്ങിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഈ ഒക്യുപ്പേഷണൽ ഹെൽത്ത് നേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഇൻഡസ്ട്രിയൽ നേഴ്സ്. അതിലൊരു രജിസ്റ്റേർഡ് നേഴ്സ് ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെറ്റിങ്സിൽ ലൈക്ക് ഫാക്ടറീസ്, മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതിനെയാണ് ഇൻഡസ്ട്രിയൽ നേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് വർക്ക് പ്ലേസിലെ എംപ്ലോയീസിൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, എമർജൻസി കെയർ കൊടുക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഈ ഒരു വർക്ക് പ്ലേസ് ഇഞ്ചുറീസിനോടും ഇൽനെസ്സിനോടും നമ്മൾ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ CPR, വൂണ്ട് കെയർ, ഫ്രാക്ചർ സപ്പോർട്ടൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. റെഗുലറായിട്ട് നമ്മുടെ ക്ലയൻസിൻ്റെ ഹെൽത്ത് മോണിറ്ററിങ് ചെയ്യണം. ലൈക്ക് BP, ഷുഗറൊക്കെ മോണിറ്റർ ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ക്രോണിക് ഇൽനെസ്സസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ വർക്ക് പ്ലേസിൽ സേഫ്റ്റിയാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ പറഞ്ഞ പോലെ നമുക്ക് മിക്കതും റിമോട്ട് ഇൻഡസ്ട്രിയൽ ക്യാമ്പ്സിലൊക്കെ ആയിരിക്കും വരുന്നത്. കൺസ്ട്രക്ഷൻ ഫീൽഡ്, ഫാക്ടറീസ്, ഓയിൽ ആൻഡ് ഗ്യാസ് സൈറ്റ്സ്, റിഗ്സൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളിടത്തൊക്കെ ആയിരിക്കും കൂടുതലും ഇൻഡസ്ട്രിയൽ നഴ്സുമാർ വരുന്നത്. നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. ബിക്കോസ് ഇവിടെ നമുക്ക് ഡോക്ടറിൻ്റെ അണ്ടറിലായിരിക്കില്ല മിക്കതും നമുക്ക് വർക്ക് വരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു പവർ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ ഹെൽത്തിൻ്റെ നോളജ് ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കണം, അതുപോലെ ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് വേണം, പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം നമ്മൾ ഒറ്റയ്ക്ക്. അതാണ് ഏറ്റവും നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളത്. കാരണം ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. സോ മിക്കതും റിമോട്ട് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് വർക്ക് ലൊക്കേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോളോ ഡ്യൂട്ടി ആയിരിക്കും. ഇതൊക്കെ കുറച്ച് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ കുറേ പേര് വന്നിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിനിമം ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഓർ BSc നഴ്സിംഗ്. അതുപോലെ തന്നെ വാലിഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ വേണം. ഗൾഫിൽ അബ്രോഡൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് BLS, ACLS മസ്റ്റായിട്ടും വേണം. അതുപോലെ തന്നെ പ്രോമെട്രിക് ഡാറ്റ ഫ്ലോ, നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, സൗദിയിലാണോ ഖത്തറിലാണോ, അവിടേക്കുള്ള പ്രോമെട്രിക്കും വേണം. ഒക്യുപ്പേഷണൽ ഹെൽത്ത് ട്രെയിനിങ് ഓപ്ഷണലാണ്, പക്ഷെ അത് വാല്യുവബിളുമാണ്. അപ്പം നമ്മുടെ വർക്ക് ഷെഡ്യൂൾ വരുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ കമ്പനി. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റിലെ എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടീസൊക്കെ എപ്പോഴാണ് അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമുക്ക് ടൈമിംഗ് വരുന്നത്. യൂഷ്വലി 8 to 12 hours പെർ ഡേ ആണ്. എനിക്കൊക്കെ 10 മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നുള്ളൂ. റൊട്ടേഷണൽ ഷിഫ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം, ഡേ ആൻഡ് നൈറ്റ്. നമുക്കിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എന്തായാലും വരുന്നില്ല. അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നൈറ്റൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണിത്. വീക്ക്ലി ഓഫ് വരുന്നുണ്ട് 1-2 ദിവസം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഫീൽഡിലെ വിശേഷങ്ങൾ വരുന്നത്. നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള വർക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഫീൽഡ് കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷനായിരിക്കും. അതുപോലെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 12 hours ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് അല്ലാണ്ട് ബാക്കി എല്ലാ ടൈമിലും ഓടി നടന്ന് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ അത്രയും സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 5% സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്നുള്ളൂ. അത്ര വർക്കഹോളിക് അല്ലാതെ നമുക്ക് എന്നാൽ നമ്മുടെ പ്രൊഫഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇൻഡസ്ട്രിയൽ ഫീൽഡ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. പിന്നെ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.